എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ LBS പാരാമെഡിക്കൽ ഡിപ്ലോമ കോഴ്സുകളായിട്ടുള്ള DPharm, DHI, DMLT ഇതുപോലുള്ള വിവിധ ഡിപ്ലോമ കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിൻ്റെ ഭാഗമായിട്ടുള്ള സ്പോട്ട് അലോട്ട്മെൻറ്റ് നാളെ നടക്കും. അതായത് ജനുവരി 22-ാം തീയതി രാവിലെ 11 മണി വരെ LBSൻ്റെ ജില്ലാ ഫെസിലിറ്റേഷൻ സെൻറ്റേഴ്സിൽ വെച്ച് നടത്തും. വിദ്യാർത്ഥികൾ ഈ ഒരു അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാനായിട്ട് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഇത്രമാത്രമാണ്. നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫോമിൻ്റെ പ്രിൻ്റ് ഔട്ട്, അതുപോലെ തന്നെ നിലവിൽ നിങ്ങൾ ഏതെങ്കിലും കോളേജിൽ ജോയിൻ ചെയ്ത വിദ്യാർത്ഥികൾ ആണെങ്കിൽ ആ ഒരു കോളേജിൽ നിന്നുള്ള NOC സർട്ടിഫിക്കറ്റ്. ഇത് കോളേജിൽ ജോയിൻ ചെയ്യാത്ത വിദ്യാർത്ഥികൾക്ക് NOCയുടെ ആവശ്യമില്ല. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഇതുവരെ ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്യാത്ത വിദ്യാർത്ഥികൾ ആണെങ്കിൽ നിങ്ങൾ ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഡെബിറ്റ് കാർഡോ ക്രെഡിറ്റ് കാർഡോ അല്ലെങ്കിൽ നെറ്റ് ബാങ്കിങ് UPI എന്നിങ്ങനെയുള്ള സംവിധാനങ്ങളോ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ നിങ്ങൾ നേരിട്ട് ഈ ഒരു അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് മറ്റൊരാളെ അയക്കാം. അതിനായിട്ട് ഓതറൈസേഷൻ ലെറ്റർ നൽകിയാൽ മതി. വെബ്സൈറ്റിൽ ഇവിടെയായിട്ട് നിങ്ങൾക്ക് ഓതറൈസേഷൻ ഫോം എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. അത് ഫില്ല് ചെയ്ത് അറ്റച്ച് ചെയ്ത് നൽകിയാൽ മതിയാകും. അപ്പോൾ നിങ്ങൾ നേരിട്ട് പോകാൻ സാധിക്കുന്നില്ലെങ്കിൽ മാത്രമാണ് ഈ ഒരു ഓതറൈസേഷൻ ലെറ്ററിൻ്റെ ആവശ്യമുള്ളത്. അല്ലെങ്കിൽ ഈ ഒരു ഓതറൈസേഷൻ ലെറ്റർ ആവശ്യമുള്ളതല്ല. അപ്പോൾ വിദ്യാർത്ഥികൾ നേരിട്ട് പോകുന്നുണ്ടെങ്കിൽ ഈ ഒരു ഓതറൈസേഷൻ ലെറ്ററിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഓരോ കോളേജിലും എത്ര വീതം വാക്കൻസീസ് ഉണ്ട് എന്നുള്ളത് സംബന്ധിച്ചുള്ള ഡീറ്റെയിൽസ് വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് നാളെ രാവിലെ 11 മണിക്ക് ഈ ഒരു ഡോക്യുമെൻറ്റ്സ് ഒക്കെ എടുത്തുകൊണ്ട് വിദ്യാർത്ഥികൾ പോവുക. അതിനുശേഷം വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നാളെ രാവിലെ 11 മണിക്ക് മുമ്പായിട്ട് നിങ്ങൾ നിങ്ങളുടെ തൊട്ടടുത്തുള്ള LBSൻ്റെ ജില്ലാ ഫെസിലിറ്റേഷൻ സെൻറ്റേഴ്സിൽ എത്തുക. LBSൻ്റെ ജില്ലാ ഫെസിലിറ്റേഷൻ സെൻറ്റേഴ്സിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ വെബ്സൈറ്റിൽ തന്നെ സ്പോട്ട് അലോട്ട്മെൻറ്റ് 2022-01-2025 ഇൻസ്ട്രക്ഷൻ, അതുപോലെ DFC, അതുപോലെ ഓതറൈസേഷൻ ഫോം എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തത് കാണാം. DFC എന്ന് പറഞ്ഞാൽ ഡിസ്ട്രിക്ട് ഫെസിലിറ്റേഷൻ സെൻറ്റർ എന്നുള്ളതിൻ്റെ ചുരുക്കമാണ്. അപ്പോൾ അതിലിവിടെ ഡൗൺലോഡ് ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ഓതറൈസേഷൻ ഫോമും അതുപോലെ തന്നെ അതായത് LBSൻ്റെ ജില്ലാ ഫെസിലിറ്റേഷൻ സെൻറ്റേഴ്സിൻ്റെ ഡീറ്റെയിൽസും കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ നാളെ രാവിലെ 11 മണിക്ക് മുമ്പായിട്ട് LBSൻ്റെ ഈ ഒരു ലിസ്റ്റിൽ പറഞ്ഞ പ്രകാരമുള്ള ഏതെങ്കിലും ഒരു ഫെസിലിറ്റേഷൻ സെൻറ്റേഴ്സിൽ പോവുക. പോയ ശേഷം നിങ്ങൾക്ക് അവിടെ നിങ്ങളുടെ പേര് രജിസ്ട്രേഷൻ ചെയ്യുക. പേര് രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് താല്പര്യമുള്ള കോളേജ് കോഴ്സുകൾ ഓപ്ഷൻ നൽകാനായിട്ട് പറയും. അപ്പോൾ നിങ്ങൾ അവിടെ നിന്ന് ഓപ്ഷൻസ് നൽകുക. അതിനുശേഷം നാളെ ഏകദേശം ഒരു 2 മണിയോടെ തന്നെ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. അലോട്ട്മെൻറ്റ് ആദ്യമായിട്ട് കിട്ടുന്ന വിദ്യാർത്ഥികൾ ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്യുക. അതിനുശേഷം ഓൾറെഡി മുൻപ് ഏതെങ്കിലും കോളേജിൽ ജോയിൻ ചെയ്തിരുന്ന വിദ്യാർത്ഥികളോ അല്ലെങ്കിൽ നിങ്ങൾ മുൻപ് ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്തിരുന്ന വിദ്യാർത്ഥികൾ ആണെങ്കിലോ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് അതിനുശേഷം 23-ാം തീയതിക്കുള്ളിൽ, അതായത് ജനുവരി 23-ാം തീയതിക്കുള്ളിൽ തന്നെ പോയിട്ട് അഡ്മിഷൻ നേടേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് വേക്കൻസീസ് പരിശോധിക്കാം. വേക്കൻസീസ് ഇവിടെ നൽകിയിട്ടുണ്ട്. അതായത് വേക്കൻസി ഫോർ ദ സ്പോട്ട് അലോട്ട്മെൻറ്റ് ഓൺ 22/01/2025 എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് അതിന് നേരെയുള്ള ഡൗൺലോഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് അത് ഡൗൺലോഡ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഓരോ കോളേജിലും ഏതൊക്കെ കോഴ്സുകൾക്കാണ് വേക്കൻസി ഉള്ളത് എന്നുള്ള സംബന്ധിച്ചുള്ള ഡീറ്റെയിൽസ് വെബ്സൈറ്റിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോ കോഴ്സിൻ്റെയും അതായത് ഈ ഒരു രീതിയിൽ നൽകിയത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഈ ഒരു നൽകിയതിൽ തന്നെ ഗവൺമെൻറ് കോളേജ് നിങ്ങൾക്ക് കൃത്യമായിട്ട് തിരിച്ചറിയാനായിട്ട് ഏകദേശം ഒരു ലൈറ്റ് ബ്ലൂ കളറിൽ അത് ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏതൊക്കെ കോളേജാണ് ഗവൺമെൻറ് കോളേജുകൾ എന്നുള്ളത് കൃത്യമായിട്ട് ഈ ഒരു ലിസ്റ്റിൽ നിന്നും മനസ്സിലാക്കാം. അതുപോലെ തന്നെ ഗവൺമെൻറ് കോളേജിൽ ഏതൊക്കെ കോഴ്സുകൾക്കാണ് വേക്കൻസി ഉള്ളത് എന്നുള്ളതും നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് അതിനെ ജസ്റ്റ് ഒരു ഹൈലൈറ്റ് ചെയ്ത് നൽകിയത് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ലിസ്റ്റ് പരിശോധിക്കുക. നിങ്ങൾക്ക് താല്പര്യമുള്ള കോഴ്സിൽ നിങ്ങൾക്ക് താല്പര്യമുള്ള കോളേജിൽ വേക്കൻസി ഉണ്ടോ, അതുപോലെ തന്നെ ആ ഒരു വേക്കൻസി എത്ര സീറ്റുകളാണ് ഉള്ളത് എന്നുള്ളത് നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു വേക്കൻസീസ് റിസർവേഷൻ നൽകിയിട്ടില്ല. സാധാരണ സ്റ്റേറ്റ് മെറിറ്റ് സീറ്റിലേക്ക് ഇത് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് താല്പര്യമുള്ള ഏതൊരു കോളേജിലേക്കും നിങ്ങൾക്ക് ഓപ്ഷൻ നൽകാൻ സാധിക്കും. അതായത് ഏതൊരു കാറ്റഗറിയിൽ ഉൾപ്പെട്ട വിദ്യാർത്ഥികൾക്കും ഈ ഒരു ഓപ്ഷനുകൾ നൽകാം. കാരണം ഈ ഒരു സ്പോട്ട് അലോട്ട്മെൻ്റ് ആണ്. ഏകദേശം ഈ ഒരു അലോട്ട്മെൻറ്റിന് ശേഷം ആ ഒരു സീറ്റുകളൊക്കെ ഫില്ല് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് നടത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു കാറ്റഗറി നോക്കാതെ തന്നെ ഇവിടെ വേക്കൻസീസ് നൽകിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് താല്പര്യമുള്ള കോളേജുകളിൽ താല്പര്യമുള്ള കോഴ്സുകൾ ഉണ്ടോ എന്നുള്ളത് കൃത്യമായിട്ട് നോക്കുക. അതുപോലെ ഗവൺമെൻറ് കോളേജിൻ്റേത് ഇതുപോലെ നിങ്ങൾക്ക് നീല കളറിൽ, അത് ലൈറ്റ് ബ്ലൂ കളറിൽ ഇവിടെ ഹൈലൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നിങ്ങൾക്ക് കൃത്യമായിട്ട് പെട്ടെന്ന് വേക്കൻസി എത്ര ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് താല്പര്യമുള്ള കോഴ്സുകൾ ഏതൊക്കെയാണ്, അവിടെ വേക്കൻസി ഉണ്ടോ, ഏത് കോളേജാണ്, അതായത് ഡിപ്ലോമ ഇൻ ഫാർമസിയിലൊക്കെ വിവിധ കോളേജുകളിലായിട്ട് വേക്കൻസീസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് കോട്ടയത്ത് ഒരു സീറ്റാണ് ഈ ഒരു ഫാർമസി കോഴ്സിനുള്ളത്. ബാക്കിയുള്ള ഗവൺമെൻറ് കോളേജുകളിലെ സീറ്റൊക്കെ ഫില്ല് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അതായത് ഡിപ്ലോമ ഇൻ ഫാർമസി കോഴ്സിൻ്റേത് ഫില്ല് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ള കോളേജിൽ താല്പര്യമുള്ള കോഴ്സുകൾ ഉണ്ടോ എന്നുള്ളത് കൃത്യമായിട്ട് പരിശോധിക്കുക. അങ്ങനെ വേക്കൻസി ഉണ്ടെങ്കിൽ നിങ്ങൾ നാളെ പോയിട്ട് ഈ ഒരു അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കുക. അതുപോലെ തന്നെ ഇനി നമുക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള നിർദ്ദേശങ്ങൾ നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് സ്പോട്ട് അലോട്ട്മെൻറ്റ് 22/01/2025 ഇൻസ്ട്രക്ഷൻസ് ഓർ DFC ഓർ ഓതറൈസേഷൻ ഫോം എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ട്. അവിടെയുള്ള ഡൗൺലോഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു
ജില്ലാ ഫെസിലിറ്റേഷൻ സെൻറ്റേഴ്സിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. ആദ്യം ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ടുണ്ട്, പിന്നീട് ജില്ലാ ഫെസിലിറ്റേഷൻ സെൻറ്റേഴ്സിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാം തിരുവനന്തപുരം, അതുപോലെ തന്നെ കൊല്ലം, അതുപോലെ അടൂർ, ആലപ്പുഴ, പാമ്പാടി, അതുപോലെ ഇടുക്കി, കളമശ്ശേരി, തൃശ്ശൂർ, അതുപോലെ തന്നെ പാലക്കാട്, മഞ്ചേരി, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് എന്നിങ്ങനെ ടോട്ടൽ 13 LBSൻ്റെ ജില്ലാ ഫെസിലിറ്റേഷൻ സെൻറ്റേഴ്സാണ് ഉള്ളത്. അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് കാണാം ഓതറൈസേഷൻ ലെറ്റർ. ഇത് നിങ്ങൾക്ക് പകരമായിട്ട് നിങ്ങൾ മറ്റൊരാളെ അയക്കുന്നുണ്ടെങ്കിൽ മാത്രമാണ് ഇത് നൽകേണ്ടതായിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഫോം എങ്ങനെ ഫില്ല് ചെയ്യാം എന്നുള്ളത് നോക്കാം. ഇവിടെ ഐ എന്നുള്ള ഭാഗത്ത് വിദ്യാർത്ഥികൾ നിങ്ങളുടെ പേര് എഴുതുക. അതിനുശേഷം ശ്രീ ഓർ ശ്രീമതി എന്നുള്ള ഭാഗത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ പാരൻറ്റിൻ്റെ പേര് എഴുതാം. അതിനുശേഷം പിന്നീട് നിങ്ങൾക്ക് വിത്ത് ആപ്ലിക്കേഷൻ നമ്പർ എന്നുള്ളതിന് ശേഷം നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും റാങ്ക് നമ്പർ എന്നുള്ളതിന് ശേഷം നിങ്ങളുടെ സ്റ്റേറ്റ് മെറിറ്റ് റാങ്കും എഴുതുക. അതിനുശേഷം നിങ്ങൾക്ക് ഇൻ എന്നുള്ളതിന് ശേഷം നിങ്ങൾക്ക് സ്റ്റേറ്റ് മെറിറ്റ് എന്നുള്ളത് എഴുതുക. അതിനുശേഷം നിങ്ങൾക്ക് അതായത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഓതറൈസ് ശ്രീ ഓർ ശ്രീമതി എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. അവിടെ നിങ്ങൾ ആരെയാണോ അയക്കുന്നത്, നിങ്ങൾക്ക് പകരമായിട്ട് ആരാണോ ഈ ഒരു അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാനായിട്ട് നിങ്ങൾ അയക്കുന്നത് അവരുടെ പേരും അഡ്രസ്സും എഴുതുക. അതിനുശേഷം പിന്നീട് ഒരു ഫോട്ടോഗ്രാഫ് ഒട്ടിക്കാനുള്ള ഭാഗമുണ്ട്. അവിടെ നിങ്ങളുടെ ഫോട്ടോ ഒട്ടിക്കുക. അതിനുശേഷം ഗസ്റ്റഡ് ഓഫീസറെ കൊണ്ട് അത് അറ്റസ്റ്റ് ചെയ്യിക്കുക. അതുപോലെ തന്നെ സിഗ്നേച്ചർ ഓഫ് കാൻഡിഡേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ നിങ്ങളുടെ സിഗ്നേച്ചർ ഇടുക. അതുപോലെ തന്നെ നിങ്ങളുടെ നെയിം, അഡ്രസ്സ് എന്നിങ്ങനെയുള്ള ഡീറ്റെയിൽസ് രേഖപ്പെടുത്തുക. അതിനുശേഷം താഴെയായിട്ട് നിങ്ങൾക്ക് ഗസ്റ്റഡ് ഓഫീസറുടെ നെയിം, അതുപോലെ തന്നെ ഡെസിഗ്നേഷൻ, ഓഫീസിൽ എന്നിങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഉണ്ട്. അത് നിങ്ങൾ അറ്റസ്റ്റ് ചെയ്യാൻ പോകുന്ന സമയത്ത് അവിടെ അറ്റസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അതിനുശേഷം പിന്നീട് ഫോട്ടോഗ്രാഫ് എന്നുള്ള ഭാഗത്ത് വീണ്ടും നിങ്ങൾക്കൊരു ഫോട്ടോ ഒട്ടിക്കാനുള്ള ഭാഗം കാണാം. അവിടെ നിങ്ങൾ ആരാണോ ഈ ഒരു അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാനായിട്ട് നിങ്ങൾക്ക് പകരമായിട്ട് അയക്കുന്നത് അവരുടെ ഫോട്ടോ ഒട്ടിക്കുക. അതിനുശേഷം ആ ഒരു ഫോട്ടോയുടെ അതായത് ആ ഒരു മുഖത്ത് കൊള്ളാത്ത രീതിയിൽ നിങ്ങൾക്ക് ഫോട്ടോയിലും അതുപോലെ കുറച്ച് ഫോട്ടോയ്ക്ക് പുറത്തും വരുന്ന രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സിഗ്നേച്ചർ ഇടുക. അതിനുശേഷം നിങ്ങൾക്ക് അതുപോലെ തന്നെ സിഗ്നേച്ചർ ഓഫ് ദ കാൻഡിഡേറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ട്. അവിടെ നിങ്ങളുടെ സിഗ്നേച്ചർ ഇടുക. പിന്നീട് പ്ലേസ്, ഡേറ്റ്, അതുപോലെ തന്നെ നിങ്ങളുടെ സിഗ്നേച്ചർ വീണ്ടും അവിടെ ഇടുക. അതിനുശേഷം നമുക്ക് ഈ ഒരു നിർദ്ദേശങ്ങൾ നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നാളെ രാവിലെ, അതായത് ഈ ഒരു ജനുവരി 22-ാം തീയതി രാവിലെ 11 മണിക്കുമ്പായിട്ട് നിങ്ങൾ LBSൻ്റെ ജില്ലാ ഫെസിലിറ്റേഷൻ സെൻറ്റേഴ്സിൽ നിങ്ങൾ ഹാജരാവുകയും അതിനുശേഷം അത് നിങ്ങൾക്ക് നേരിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പകരമായിട്ട് മറ്റൊരാളെ അയച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇതിൽ പങ്കെടുക്കാം. അതുപോലെ തന്നെ 11 മണിക്ക് ശേഷം യാതൊരു കാരണവശാലും രജിസ്ട്രേഷൻ അനുവദിക്കില്ല. അതുപോലെ തന്നെ നിലവിൽ നിങ്ങൾ ഏതെങ്കിലും സെൽഫ് ഫിനാൻസ് കോളേജിൽ നിങ്ങൾ അഡ്മിഷൻ നേടിയിട്ടുണ്ടെങ്കിൽ കോളേജിൽ നിന്നുള്ള NOC വാങ്ങിക്കേണ്ടതാണ്. അതുപോലെ തന്നെ ഒഴിവുള്ള സീറ്റുകളുടെ വിവരങ്ങൾ വെബ്സൈറ്റിൽ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ സ്പോട്ട് അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കുന്നവരുടെ, അതായത് നിങ്ങൾ നാളെ പോയിട്ട് എത്ര വിദ്യാർത്ഥികൾ രജിസ്ട്രേഷൻ ചെയ്യുന്നുണ്ടോ അങ്ങനെയുള്ള എല്ലാ വിദ്യാർത്ഥികളെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുകയും ആ ഒരു റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട വിദ്യാർത്ഥികളിൽ നിന്നും മുൻഗണനാ ക്രമത്തിലായിരിക്കും അലോട്ട്മെൻറ്റ് നടത്തപ്പെടുക. അതുപോലെ തന്നെ സ്പോട്ട് അലോട്ട്മെൻറ്റിൽ പങ്കെടുത്ത് അലോട്ട്മെൻറ്റ് ലഭിക്കുകയും ടോക്കൺ ഫീസ് അടക്കുകയും ചെയ്ത ശേഷം കോളേജിൽ അഡ്മിഷൻ എടുക്കാത്തവരുടെ ടോക്കൺ ഫീസ് തിരികെ ലഭിക്കുന്നതല്ല എന്നുള്ളത് ശ്രദ്ധിക്കുക. ആയതിനാൽ പ്രവേശനം നേടാൻ താല്പര്യമുള്ളവർ മാത്രം ഈ ഒരു സ്പോട്ട് അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കുക. അലോട്ട്മെൻറ്റ് ലഭിക്കുന്നതിന് മുമ്പായി ലഭിക്കുന്നവർ മുൻപ് ഫീസ് അടച്ചിട്ടില്ലാത്തവർ ആണെങ്കിൽ ടോക്കൺ ഫീസായിട്ട് 10,000 രൂപയും അതുപോലെ തന്നെ SC OEC ചിൽഡ്രൻസ് ഓഫ് ഫിഷർമാൻ വിഭാഗക്കാർ 100 രൂപയും അപ്പോൾ തന്നെ LBS സെൻറ്റർ മുഖേന ഓൺലൈനായിട്ട് അടക്കേണ്ടതാണ്. അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന വിദ്യാർത്ഥികൾ 2025 ജനുവരി 23-നകം വിദ്യാർത്ഥികൾ കോളേജിൽ പോയിട്ട് നേരിട്ട് അതായത് നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സും ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളും അലോട്ട്മെൻറ്റ് മെമ്മോയും സഹിതം പോയിട്ട് അഡ്മിഷൻ നേടുക. നേരിട്ട് ഹാജരാകുന്നില്ലെങ്കിൽ മാത്രം വിദ്യാർത്ഥികൾക്ക് ഈ ഒരു 3-ാമത്തെ പേജുള്ള ഓതറൈസേഷൻ ഫോം ഫില്ല് ചെയ്ത് നൽകിയാൽ മതി. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ